ഫോണിന്റെ സാധനം സ്ഥപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ലജ്ജാപടാവൃതേ നിത്യം ശാരദേ ജ്ഞാനദായികേ ഭാവേഭ്യോ സദാ രക്ഷ കൃപാമയി നമോസ്തുതേ. നമഃ ശ്രീയതിരാജായ വിവേകാനന്ദസൂരയേ സച്ചിത് സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. ശാരദാദേവിയെ ഒരു ഈശ്വരീയ ഭാവമാണ് നമ്മൾ ഇപ്പോൾ തത്പുരുഷാൻ സ്വാമി പറഞ്ഞപ്പോഴും ആപ്തലോകാൻ സ്വാമി പറഞ്ഞപ്പോഴും ഒക്കെ നമ്മൾ കേട്ടത് ദേവിയിലെ ഈശ്വരീയ ഭാവമാണ്. എന്നാൽ സാധാരണ ഒരു പെൺകുട്ടിയായി, സാധാരണ ഒരു സ്ത്രീയായി ശാരദാദേവിയെ നമ്മൾ ഗൃഹസ്ഥരെങ്ങനെ കണ്ടാൽ എങ്ങനെ ഇരിക്കും? അങ്ങനെ ഒരു വേർഷനും കൂടെ ഉണ്ടല്ലോ. ഈശ്വരീയ ഭാവത്തിനപ്പുറം നമ്മൾ ഗൃഹസ്ഥർ എങ്ങനെയാണ് ശാരദാദേവിയെ കാണുന്നത്? അതായത് ശ്രീരാമകൃഷ്ണദേവൻ ദക്ഷിണേശ്വരത്തേക്ക്, അതായത് കൽക്കട്ടയിലേക്ക് പോകുമ്പോൾ ഏകദേശം 17 വയസ്സ് ആകുമ്പോഴാണ്, 1853 ശ്രീരാമകൃഷ്ണദേവനെ കൽക്കട്ടയിലേക്ക് കൽക്കട്ടയിലേക്ക് വരുന്നത് ചേട്ടൻ രാംകുമാറിനെ സഹായിക്കാൻ. അപ്പോഴാണ് ശാരദാദേവി ജനിക്കുന്നത്. പിന്നീട് 6 വർഷം കഴിയുമ്പോൾ, ശാരദാദേവി ജനിച്ച് 6 വർഷം കഴിയുമ്പോഴാണ് ശ്രീരാമകൃഷ്ണദേവന് ഒരു വിവാഹം കഴിക്കേണ്ടതിൻ്റെ നിർബന്ധം കുടുംബക്കാരിൽ നിന്നുണ്ടാകുമ്പോൾ, നേരത്തെ പറഞ്ഞ പോലെ 6 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ബാലികയെ ശ്രീരാമകൃഷ്ണദേവൻ വിവാഹം ചെയ്യുന്നത്. നേരത്തെ അവിടെയുള്ളൊരു ക്ഷേത്രത്തിൽ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ക്ഷേത്രത്തിൽ വെച്ച് ശാരദാദേവിയോട് ചോദിച്ചു, ആരെയാണ് നിനക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ ആ ഇരിക്കുന്ന ആളെയാണെന്ന് ശാരദാദേവി നേരത്തെ ക്ഷേത്രത്തിൽ വെച്ച് ചൂണ്ടിക്കാണിച്ച കഥ ഇവിടെ പറഞ്ഞു. അപ്പോൾ ശാരദാദേവി അമ്മയുടെ, ശ്യാമസുന്ദരി ദേവി അമ്മയുടെ ഒക്കത്തിരിക്കുന്ന കൊച്ചു കുഞ്ഞാണെന്നും കൂടെ ആലോചിക്കണം. അപ്പം അമ്മയുടെ ഒക്കത്തിരിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞാണ് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നത്. അന്ന് ഏകദേശം 12-13 വയസ്സ് ഉള്ള ശ്രീരാമകൃഷ്ണദേവനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നത്, ആ ഇരിക്കുന്ന ആളെയാണ് എനിക്ക് കല്യാണം കഴിക്കേണ്ടത്. ഒക്കത്തിരിക്കുമ്പോൾ പറഞ്ഞു ശാരദ അന്ന് കൂടി വന്നാൽ ഒരു ശാരദാദേവിക്ക് 2 വയസ്സ് 3 വയസ്സേ ഉള്ളൂ. അതെ, ആ ചിത്രമാണിത്. ഒക്കത്തിരുന്ന് ശ്രീരാമകൃഷ്ണദേവനെ ശ്രീരാമകൃഷ്ണദേവൻ ഇവിടെ താഴെ ഇരിപ്പുണ്ട് ആ കൂട്ടത്തിൽ. അവിടെ ഇരുന്ന് ചൂണ്ടിക്കാണിക്കുക. ഒക്കത്തിരുന്ന് ആ കൊച്ചു പെൺകുഞ്ഞ്, ആ കുഞ്ഞുവാവയാണ് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നത്, ആ ആളെയാണ് എനിക്ക് കല്യാണം കഴിക്കേണ്ടത്. ആ ജന്മം കൊണ്ട് തന്നെ ശ്രീരാമകൃഷ്ണദേവനിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള നിയോഗം ആ ഒരു സംഭവത്തോടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നീട് ദേവിക്ക് 6 വയസ്സ് ആയപ്പോഴാണ് ശ്രീരാമകൃഷ്ണദേവന്റെ വിവാഹം ആലോചന വരുന്നതും വിവാഹം കഴിക്കുന്നതൊക്കെ. അത് കഴിഞ്ഞ് അങ്ങനെ പിന്നീട് ഏതാണ്ട് ഒരു 1.5 വർഷം വിവാഹത്തിന് ശേഷവും 1.5 വർഷം സ്വന്തം നാട്ടിൽ ജയറാംപാടിയിൽ തന്നെയാണ് ശാരദാദേവി അമ്മയുടെ അച്ഛനോടൊപ്പം കഴിഞ്ഞത്. കാര്യം കൊച്ചു കുഞ്ഞാണ്. പക്ഷെ 1.5 വർഷം കഴിഞ്ഞപ്പോൾ ഇവിടെ ശ്രീരാമകൃഷ്ണദേവന്റെ നാട്ടിലേക്ക് കമാർപുക്കൂറിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ദേവിയെ. പക്ഷെ അന്നും കൊച്ചുകുട്ടിയാണ്. അപ്പം കളിച്ചതാണ്. അപ്പോൾ 7 വയസ്സേ ഉള്ളൂ. 6 വയസ്സിലാണ് കല്യാണം. 7.5 വയസ്സായപ്പോഴാണ് ആദ്യമായിട്ട് ഭർതൃഗൃഹത്തിലേക്ക് വരുന്നത്. ആദ്യത്തെ കല്യാണം കഴിഞ്ഞൊന്ന് വന്നു, എടുത്തുകൊണ്ട് വന്നു. അത് കഴിഞ്ഞ് അടുത്ത ദിവസം തിരിച്ചുകൊണ്ടാക്കി. പിന്നെ 1.5 വർഷം കഴിഞ്ഞ് 7.5 വയസ്സുള്ളപ്പോഴാണ് ശ്രീരാമകൃഷ്ണദേവന്റെ വീട്ടിലേക്ക് വരുന്നത്. അന്ന് ശ്രീരാമകൃഷ്ണദേവൻ
കൽക്കട്ടയിൽ നിന്ന് ഒരു അവധി പോലെ വന്ന സന്ദർഭത്തിലാണ് ശാരദാദേവിയെ കൂട്ടിക്കൊണ്ട് ഇവിടെ വരുന്നത്. അതൊക്കെ ഒരു ബാല്യഭാവം മാത്രമാണ്. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 1867 13-ാം വയസ്സായപ്പോൾ പിന്നീട് നാട്ടിൽ വെച്ച് തന്നെ, കമാർപുക്കൂറിൽ വെച്ച് തന്നെ ഇവർ ഒന്നിച്ചൊന്ന് താമസിച്ചു കുറച്ച് ദിവസം. ഇതിൻ്റെ ഏറ്റവും പ്രധാനമായ ഭാഗം വരുന്നത് ദേവിയുടെ 18-ാം വയസ്സിലാണ്. അതാണ് തത്പുരുഷാൻ സ്വാമി ഇവിടെ പറഞ്ഞ 18-ാം വയസ്സിലാണ് ശാരദാദേവി ദക്ഷിണേശ്വരത്തേക്ക് നടന്നു പോകുന്നത്, അല്ലേ? 18-ാം വയസ്സിലാണ്, 18 വയസ്സുള്ളപ്പോഴാണ്. അതാണ് ആ വഴിയിൽ വെച്ചൊരു കള്ളനെ കണ്ടതും കള്ളൻ സ്വന്തം മകളാണെന്നുള്ള ധാരണയിൽ വന്ന ആ കഥ നമ്മൾ കേട്ടു. ഈ 18-ാം വയസ്സിൽ അവിടെ ചെല്ലുമ്പോൾ, അതായത് ശ്രീരാമകൃഷ്ണദേവൻ ഭ്രാന്തനാണ് എന്ന് കേട്ടിട്ടാണ് ചെല്ലുന്നത്. നാട്ടിലൊക്കെ ഒരു പാട്ടായി, അവിടെ ദക്ഷിണേശ്വരത്തെ പൂജാരിയായ ശ്രീരാമകൃഷ്ണന് എന്തോ തലയ്ക്ക് നൊസ്സാണ് എന്നുള്ള ഒരു പരക്കെ, അപ്പം ചികിത്സിക്കണം, നിർബന്ധപൂർവം ചികിത്സിക്കണം എന്നുള്ള ഒരു മട്ടിലെത്തിയപ്പോഴാണ് സഹിക്കാൻ വയ്യാതെ ശ്രീരാമകൃഷ്ണദേവനെ കാണാനായിട്ട് ശാരദാദേവി വരുന്നത്. അപ്പോൾ വന്ന സമയത്ത്, ദക്ഷിണേശ്വരത്ത് വന്ന സമയത്ത് അവർ ഒരുമിച്ച് ഒരു മുറിയിലാണ് താമസിച്ചത്. ആദ്യം വന്നപ്പോൾ ഒന്നിച്ചൊരു മുറിയിലാണ് താമസിച്ചത്. അത് ശ്രീരാമകൃഷ്ണദേവൻ തന്നെ അതേക്കുറിച്ച് ഓർക്കുന്നുണ്ട്. കാരണം 18 വയസ്സായ ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ 18 വയസ്സായ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ശ്രീരാമകൃഷ്ണദേവൻ അപ്പം 36 വയസ്സാണ്. അപ്പോൾ 36 വയസ്സായ ഒരു ആണും 18 വയസ്സായ ഒരു പെണ്ണും, അവർ ഒരു മുറിയിൽ ഒരു കട്ടിലാണ് കിടക്കുന്നത്. ശ്രീരാമകൃഷ്ണദേവൻ കാളിമാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, അമ്മേ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? കാരണം തൻ്റെ അവതാര ദൗത്യം എന്ന് പറയുന്ന ഒരു വലിയൊരു അവതാരോദ്ദേശത്തിലേക്ക് പോകേണ്ട ആളാണ്. അതേ ഭാവത്തിലുള്ള അതിനോട് സഹകരിച്ചു വരേണ്ട ആൾ കൂടിയാണ് ശാരദാദേവി. പക്ഷെ മാനുഷികമായ ചില സാഹചര്യങ്ങൾ സ്വാഭാവികമായി മനുഷ്യജന്മം എടുക്കുമ്പോൾ ഉണ്ടാകും, അത് സംശയമൊന്നുമില്ല. അപ്പോൾ 18 വയസ്സായ ഒരു പെൺകുട്ടിയും 36 വയസ്സായ ഒരു ചെറുപ്പക്കാരനും തമ്മിൽ ഒന്നിച്ച് കിടക്കുമ്പോൾ അതിനെ എങ്ങനെ മറികടക്കുന്നു എന്നുള്ളതാണ്. ശ്രീരാമകൃഷ്ണദേവൻ തന്നെ പറയുന്നുണ്ട്, കൈ ഇങ്ങനെ പതുക്കെ, കാര്യം അറിയില്ല, കൂടെ കിടക്കുന്നത് ഭാര്യയാണ്. ഭാര്യയുടെ മനസ്സിൽ എന്തൊക്കെയാണ് ചിന്ത, എന്താണ് ആഗ്രഹം, ഒരു ഭാര്യയുടെ താല്പര്യങ്ങൾ എന്താണ് എന്നുള്ളതൊക്കെ ഒരുപാട് സംശയം ഉണർത്തുന്നതാണ്. കാര്യം ഇവർ തമ്മിൽ ഒരിക്കലും ആധ്യാത്മികത പരസ്പരം പങ്കിട്ടിട്ടേയില്ല, സംസാരിച്ചിട്ടില്ല. കാര്യം അങ്ങനെ ഇവർ ഒന്നിച്ച് കഴിഞ്ഞിട്ട് പോലുമില്ല. ആദ്യമായിട്ടാണ് ഒന്നിച്ച് കഴിയുന്നത്. 6-ാമത്തെ വയസ്സിൽ വിവാഹിതം കഴിച്ച പെൺകുട്ടി 18-ാമത്തെ വയസ്സിലാണ് ആദ്യമായിട്ട് സ്വന്തം ഭർത്താവിനോടൊപ്പം ഒറ്റയ്ക്ക് ഒരു മുറിയിൽ കഴിയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് ആ പെൺകുട്ടിയുടെ മനോനില എന്തായിരിക്കും എന്നുള്ളത് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കേണ്ട കാര്യം തന്നെയാണ്. അത് ശ്രീരാമകൃഷ്ണദേവൻ ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് ആലോചിക്കുകയും ചെയ്യും. ഇപ്പം കൈ ഇങ്ങനെ തൊട്ടടുത്ത് കിടപ്പുണ്ട് ശാരദാദേവി. അപ്പം കൈ ഇങ്ങനെ കൈ അനങ്ങി ഇങ്ങനെ ശാരദാദേവിയുടെ നേർക്ക് ഈ കൈ പോകുന്നുണ്ട്. പെട്ടെന്നാണ് തീ പോലെ ആയിപ്പോയി, പൊള്ളുന്ന പോലെ ആയിപ്പോയി ശ്രീരാമകൃഷ്ണദേവൻ ശരീരം. അങ്ങനെ ഒരു മനോഗതിയോടുകൂടി കൈ ചലിപ്പിച്ചപ്പോൾ ശരീരമാകെ വെന്ത് നീറുന്ന പോലെ ആയിപ്പോയി. പെട്ടെന്ന് കൈ വലിച്ചു. പിന്നീടാണ് ശാരദാദേവിയോട് ചോദിച്ചത്, എന്താണ് ദേവി കരുതുന്നത് എന്ന്. അപ്പോൾ ശാരദാദേവിയാണ് അപ്പോൾ പറഞ്ഞത്, അങ്ങയുടെ ദൗത്യത്തിന് സഹായിയായി പ്രവർത്തിക്കാനാണ് ഞാൻ വന്നത്. അവിടെയാണ് ആ മാതൃഭാവത്തിൻ്റെത്. പൂർണ്ണമായും മാതൃഭാവത്തിലേക്ക് ശാരദാദേവി വരുന്നത് വേറൊരു സന്ദർഭത്തിലാണ്. അത് ഷോഡശി പൂജയുടെ സമയത്താണ്. ഷോഡശി പൂജ അറിയാം, ശാരദാദേവിയെ അതും ഈ 18 വയസ്സുള്ള സന്ദർഭത്തിൽ നടന്നു. ആ സന്ദർഭത്തിൽ വന്നപ്പോൾ
ദക്ഷിണേശ്വരത്ത് ശാരദാദേവി വന്നപ്പോൾ സംഭവിച്ചതാണ് ഈ ഷോഡശി പൂജ. അപ്പോൾ ഷോഡശി പൂജയിൽ സ്വന്തം ഭാര്യയെ രാത്രിയിൽ ഒരു മുറിയിൽ ഒറ്റയ്ക്കിരുത്തി കാളി മാതാവായി സങ്കല്പിച്ചുകൊണ്ടാണ് പൂജ ചെയ്യുന്നത്. എല്ലാ പൂജാവിധികളും ജഗജ്ജനനിയായി സങ്കല്പിച്ചുകൊണ്ടാണ് പൂജ ചെയ്യുന്നത്. ശാരദാദേവി എല്ലാ പൂജാദ്രവ്യം ഇവിടെ നമ്മൾ നേരത്തെ കണ്ടില്ല, ഇവിടെ ഇപ്പം കണ്ട പോലെ ആ പൂജാദ്രവ്യങ്ങളെല്ലാം ഒരുക്കി വെച്ച്, ആ ഹോമകുണ്ഡമെല്ലാം ഒരുക്കി വെച്ച് എല്ലാ തരത്തിലും ഒരു പൂജാ സംവിധാനത്തിലേക്ക് ആ മുറിയിൽ, സ്വന്തം മുറിയിൽ, ആ രാത്രി 12 മണിക്ക് ശേഷമാണ്. അപ്പം എല്ലാവരും ഒക്കെ ഉറക്കമായതിനു ശേഷം മുറിയുടെ എല്ലാ വാതിലുകളും എല്ലാം അടച്ച് ഇവർ ശ്രീരാമകൃഷ്ണദേവൻ ആ മുറിയെല്ലാം പൂജയ്ക്കായിട്ട് ഒരുക്കി, എന്നിട്ട് ശാരദാദേവിയെ വിളിക്കുകയാണ്. വിളിച്ച് ആ പീഠത്തിലേക്ക് ഇരുത്തിയാണ് ശാരദാദേവിയെ പൂജിക്കുന്നത്. പക്ഷെ ഇതിൻ്റെ ഒരു രസകരമായ ഭാവം എന്ന് പറയുന്ന അടുത്ത ദിവസമാണ്. ശാരദാദേവി അറിയുന്നില്ല, പൂർണ്ണമായും അബോധാവസ്ഥയിലായിപ്പോയി. ആ ഷോഡശി പൂജാ സന്ദർഭത്തിൽ ആ ദേവീഭാവം കൈക്കൊണ്ടുകൊണ്ട് സ്വയം എല്ലാം മറന്നാണ് ദേവി അതിനകത്തിരിക്കുന്നത്. അപ്പോൾ ആ ദേവീഭാവത്തിലാണ് ശാരദാദേവി ഇരിക്കുന്നത്. ആ പൂജ കഴിയുന്നത് വരെ, ആ രാത്രി നീളുന്നത്, ഏതാണ്ട് 3-ാം യാമം 4-ാം യാമത്തിൽ എത്തുന്നത് വരെ ആ പൂജ നീണ്ടുപോയ സന്ദർഭം മുഴുവനും ശാരദാദേവി അങ്ങനെ ഇരിക്കുകയായിരുന്നു. പിറ്റേ ദിവസം പൂജയെല്ലാം കഴിഞ്ഞ് സ്വബോധത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ ശാരദാദേവി ആദ്യം ശ്രദ്ധിച്ചത് എന്താണെന്നറിയാമോ? സ്വന്തം വസ്ത്രമാണ്. സ്വന്തം വസ്ത്രം ആകെ മാറി പുതിയത് ധരിപ്പിച്ചിരിക്കുന്നു. ശാരദാദേവി വല്ലാതെ ആ ഭാഗം ലാട്ടു മഹാരാജ് അത്ഭുതാനന്ദ സ്വാമികൾ ആ ഭാവത്തെ വിവരിക്കുന്നു. അത്ഭുതാനന്ദ സ്വാമികളാണ് ശരിക്കും അത് വിവരിച്ചത്. കാര്യം അത്ഭുതാനന്ദ സ്വാമികൾക്ക് മാത്രമാണ് ശാരദാദേവിയുമായിട്ട് ഡയറക്റ്റ് റിലേഷൻ ഉണ്ടായിരുന്നത്. അന്നത്തെ കാലത്ത് പെൺകുട്ടികളെ കാണാൻ പാടില്ല. അപ്പോൾ പെൺകുട്ടികളെ മറ്റ് പരപുരുഷന്മാരോ അല്ലെങ്കിൽ അന്യരോ ആരും കാണാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അന്ന് ബംഗാളികൾ മൂടുപടം അണിഞ്ഞ് മൊത്തം ശരീരം മൂടി പുതച്ച് ആണ് ഇരിക്കുന്നത്. അതേസമയം ബ്ലൗസ് ധരിക്കുന്നതല്ല. ശാരദാദേവി അല്ലെങ്കിൽ ബംഗാളികൾ ആ കാലത്ത് സ്ത്രീകൾ ബ്ലൗസ് ധരിക്കില്ല. ഈ ചേല തന്നെയാണ് ചുറ്റി ബ്ലൗസിന് പകരം ശരീരം മുഴുവൻ മൂടുന്നത്. തലവഴി മൂടി ഈ മുഖം വരെ, ഏതാണ്ട് ഇത്രയും മുഖം വരെ മൂടി ശരീരം മുഴുവൻ മൂടിയിരിക്കുന്ന ഇപ്പം ശരീരം മുഴുവൻ മൂടിയാണ് ഇരിക്കുന്നത്. ഇപ്പം നമ്മളിവിടെ സാരി ധരിക്കുന്ന പോലെയല്ല. ആ കാൽപാദങ്ങൾ അല്ലാതെ മറ്റൊന്നും, ഈ കൈത്തണ്ടയും കാൽപാദവും അല്ലാതെ മറ്റൊന്നും പുറത്ത് കാണാൻ പറ്റില്ല. പരപുരുഷന്മാരുടെ മുന്നിൽ പോവുകയില്ല. ആകെ ശാരദാദേവിയുടെ അടുത്ത് പോകുന്ന പുരുഷ ജന്മത്തിലുള്ള ഒരാൾ ലാട്ടു മഹാരാജ് മാത്രമാണ്. അത് ശ്രീരാമകൃഷ്ണദേവൻ ലാട്ടു മഹാരാജിനെ ഏൽപ്പിച്ചതാണ്. ശാരദാദേവി, ഇതാ നിനക്കൊരു നിന്റെ കാര്യങ്ങളൊക്കെ നോക്കാനുള്ള, നിനക്ക് എല്ലാ കാര്യങ്ങളും പറയാവുന്ന ഒരു മകൻ എന്നുള്ള നിലയിൽ ലാട്ടുവിനെ അവിടെ ഏൽപ്പിച്ചതാണ്. അതുകൊണ്ട് ലാട്ടു മഹാരാജ് മാത്രമാണ് ശാരദാദേവിയുടെ അടുത്ത് പോകുന്ന ഏക പുരുഷൻ. നരേന്ദ്രനൊന്നും കണ്ടിട്ട് പോലുമില്ല. നരേന്ദ്രനൊക്കെ കണ്ടു എന്ന് പറയുന്നത് തന്നെ ശ്രീരാമകൃഷ്ണദേവന്റെ ദേഹത്യാഗത്തിന് ശേഷമാണ് നേരിട്ടൊന്ന് കാണുന്നത് തന്നെ. ശാരദാദേവിയെ പൂർണ്ണമായും പരിരക്ഷിച്ചിരുന്ന ശാരദാനന്ദ സ്വാമികൾ, അവരൊക്കെ അതിന് ശേഷമാണ് ദേവിയെ കാണുന്നത്. ആ ആദ്യകാലത്ത് ശ്രീരാമകൃഷ്ണദേവൻ ഉണ്ടായിരുന്ന കാലത്തൊന്നും ദേവിയെ കണ്ടിട്ടുമില്ല. ദേവി പൂർണ്ണമായും ദക്ഷിണേശ്വരത്ത് നഹബത്ത് എന്ന് പറയുന്ന ആ ഒരു ഒരു കൈപ്പാട് അകലം മാത്രം വീതിയും നീളവുമുള്ള ചെറിയൊരു മുറി. കൈ ഇങ്ങനെ നീട്ടിയാൽ 2 ചുമര് തൊടും, തിരിച്ച് ഇങ്ങനെ, അങ്ങനെയുള്ള സ്ക്വയറാണ് മുറി. ആ മുറി ഉപയോഗിക്കുന്നത് ക്ഷേത്രത്തിലെ ദീപാരാധന സമയത്ത് ഇവിടെയൊക്കെ നാഗസ്വരം വായിക്കുന്ന പോലെ അവിടെ ഷെഹനായി വായിക്കും. അപ്പം ഷെഹനായി വായിക്കുന്ന ആൾക്ക് ഇരുന്ന് വായിക്കാനുള്ള സ്ഥലം മാത്രമേ ഉള്ളൂ. ബംഗാളിലെ മിക്ക ക്ഷേത്രങ്ങളിലും അല്ലെങ്കിൽ അത്തരം പ്രദേശങ്ങളിൽ പോയാൽ നമുക്ക് ഇതുപോലുള്ള നഹബത്തുകൾ കാണാം. അവിടെ ഒരാൾക്കേ ഇരിക്കാൻ പറ്റും. ആ ഒറ്റ ഒരാൾക്ക് ഇരിക്കാവുന്ന സ്പേസിലാണ് ഇരുന്ന് ഈ ഷെഹനായി വായിക്കും ദീപാരാധന സമയത്ത് കാളി ക്ഷേത്രത്തിൽ. ആ ഒരാൾക്കിരിക്കുന്ന സ്ഥലത്താണ് 3 സ്ത്രീകൾ ഒന്നിച്ച് ജീവിച്ചത്. ശാരദാദേവിയും ശാരദാദേവിയുടെ ശ്രീരാമകൃഷ്ണദേവന്റെ അമ്മയും പിന്നെ ഗോലാപ്മായും, ഒരു സഹായിയായിട്ട് വന്നൊരു സ്ത്രീ ഗോലാപ്മ. ഈ 3 പേരും ഒന്നിച്ച് ഒരാൾക്ക് ഇരിക്കാൻ പറ്റുന്ന സ്ഥലത്ത്, കിടക്കാൻ പറ്റില്ല, ഒരാൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു മുറിയിൽ 3 പേരാണ്. പുറമേക്കൊരു
ചാച്ച് കെട്ടി മറച്ച് കെട്ടിയാണ് ചപ്പാത്തി ഉണ്ടാക്കാനുള്ള അടുക്കള രൂപീകരിച്ചത്. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവന് ഭക്ഷണം കൊടുക്കണം, വരുന്ന ആളുകൾക്കൊക്കെ ഭക്ഷണം കൊടുക്കണം. ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ, ശ്രീരാമകൃഷ്ണദേവൻ ഓരോരുത്തർക്കും നീ 3 കഴിച്ചാൽ മതി, എന്നിട്ട് 2 ചപ്പാത്തി കഴിച്ചാൽ മതി എന്ന് നിഷ്കർഷ വെച്ചിരുന്നു. അപ്പോൾ ശാരദാദേവി എല്ലാവർക്കും 10 ചപ്പാത്തിയും 15 ചപ്പാത്തിയും വെച്ച് ഓരോരുത്തരുടെയും മുമ്പിൽ വെച്ചു കൊടുക്കും. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ തന്നെ നേരത്തെ സ്വാമിയെ പറഞ്ഞത് നിങ്ങൾ കേട്ടുമായിരിക്കുമല്ലോ. ശ്രീരാമകൃഷ്ണദേവൻ വഴക്ക് പറഞ്ഞപ്പോഴാണ് ഞാൻ നോക്കിക്കോളാം അവരുടെ കാര്യം. അവർ അമ്മയുടെ സ്നേഹത്തോടുകൂടി. അപ്പോൾ പറഞ്ഞു വന്നത് ആ സ്ഥലത്തിൻ്റെ ഒരു വിസ്തീർണത്തെക്കുറിച്ചാണ്. ഇത്രയും ചുരുങ്ങിയ ഒരു സ്ഥലത്ത് ശ്രീരാമകൃഷ്ണദേവൻ അക്കാലത്ത് ശാരദാദേവിയെ ഒരു മൈന എന്നാണ് വിളിച്ചിരുന്നത്. ഒരു മൈനയും തത്തയും, 2 കിളികളെ, അതായത് ലക്ഷ്മി എന്ന് പറയുന്ന ശ്രീരാമകൃഷ്ണദേവന്റെ ബന്ധത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയും കൂടെ അവിടെ വന്നു. അപ്പം മൈനയും തത്തയും കൂട്ടിലടച്ച പോലെ എന്ന് ശ്രീരാമകൃഷ്ണദേവൻ തന്നെ പറയുകയാണ്. കാര്യം ഒരു കൂടാണത്, ശരിക്കും ഒരു തത്തക്കൂടാണ്, അത്രയും വലിപ്പമുള്ളത്. അതിനകത്ത് മൈനയും തത്തയും എന്നാണ് ശ്രീരാമകൃഷ്ണദേവൻ തന്നെ ഇവരെ കളിയാക്കി പറഞ്ഞു. ഒരു തത്തക്കൂട്ടിൽ എങ്ങനെയാണോ 2 കിളികളെ പിടിച്ചിട്ടത്, അതേപോലെയാണ് ശാരദാദേവിയും ഈ ലക്ഷ്മിയും അതിനകത്ത് കഴിയുന്നത്. കൂടെ അമ്മയുണ്ട്, പിന്നെ ആ സഹായിയായ ആ സ്ത്രീയുണ്ട്, 4 പേരുണ്ട്. ഇരിക്കാൻ മാത്രമുള്ള സ്ഥലത്താണെന്ന് ആലോചിക്കണം. ഇതൊക്കെ പോട്ടെ, അതെങ്ങനെയെങ്കിലും കഴിച്ചു കൂട്ടാം. എങ്ങനെയാണ് പ്രാഥമിക ധർമ്മങ്ങൾ നിർവഹിക്കുക? പുറത്തിറങ്ങാൻ പറ്റില്ല, പുറത്തിറങ്ങാനുള്ള അനുവാദമില്ല, പുറത്തിറങ്ങാൻ പറ്റില്ല. എങ്ങനെ ഒരു പ്രാഥമിക ധർമ്മം നിർവഹിക്കും? സ്ത്രീകളാവുമ്പോൾ നിങ്ങൾക്ക് വളരെ ഒന്ന് ആലോചിച്ചാൽ മതി ആ അവസ്ഥ. ഒരു കൂട്ടിലിട്ടിട്ട്, അതും 18 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ കാര്യമാണ് ഈ പറയുന്നത്. ഏതാണ്ട് 10-13 വർഷം അങ്ങനെ അവിടെ ഒന്നിച്ച് ജീവിച്ചു ആ മുറിയിൽ തന്നെ. അപ്പോൾ 13 വർഷം, 18 വയസ്സ് മുതൽ 13 വർഷം ടോയ്ലറ്റൊന്നുമില്ല. ക്ഷേത്ര അങ്കണത്തിലാണ്, ഈ ക്ഷേത്രത്തിൻ്റെ അങ്കണത്തിൽ തന്നെയാണ് ഈ ചെറിയ കെട്ടിടം. കാര്യം ക്ഷേത്രത്തിലെ ദീപാരാധനയ്ക്ക് കൊട്ടുകൊട്ടാനുള്ള സ്ഥലമാണിത്, അവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും ആ 18 വയസ്സുകാരി 13 വർഷം ജീവിച്ചത്? നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കും. പ്രാഥമിക കർമ്മം എങ്ങനെ നിർവഹിക്കും? ദേവി 3 മണിക്ക്, വെളുപ്പിനെ 3 മണിക്ക് എണീറ്റാണ് കുളിയും പ്രാഥമിക കർമ്മങ്ങളെല്ലാം നിർവഹിക്കാൻ. വെളുപ്പിനെ 3 മണിക്ക് മുമ്പേ എണീറ്റ് 3 മണിക്ക് കഴിഞ്ഞിട്ട് 4 മണിക്കുള്ളിൽ തൻ്റെ എല്ലാ പ്രാഥമിക കർമ്മങ്ങളും നിർവഹിച്ച് നേരെ ഈ മുറിക്കകത്ത് കയറുകയാണ്. പുറമെ ആരും കാണാതെ ഇരിക്കാനായിട്ട് ഇതിൻ്റെ ചുറ്റും ടാർപോളൻ വെച്ച് മറച്ചിട്ടുമുണ്ട്. കാരണം അന്നത്തെ സിസ്റ്റം അതാണ് ആലോചിക്കുന്നത്. പെൺകുട്ടികൾ ഒരിക്കലും പുറമെ കാണാൻ പാടില്ല. അപ്പോൾ ഒരു പെൺകുട്ടി എങ്ങനെയായിരിക്കും അവിടെ ജീവിച്ചിരുന്നത്? ഭഗവാന്റെ എല്ലാ കാര്യങ്ങളും നോക്കാൻ, ഭക്തന്മാരുടെ മുഴുവൻ കാര്യങ്ങളും നോക്കാൻ, അവരുടെ ഭക്ഷണം മുഴുവൻ പാകം ചെയ്യാൻ, ഇതിനെല്ലാം തയ്യാറായിക്കൊണ്ടൊരു പെൺകുട്ടി അവിടെ കഴിയുകയാണ്. അപ്പം അതിൻ്റെ ഒരു സഹനം ഒന്ന് ആലോചിച്ചാൽ വളരെ അത്ഭുതകരമായി. ഒരേ ഒരു തവണ എങ്ങാണ്ടാണ് ശാരദാദേവി നിയന്ത്രണം വിട്ട് ഈ മുറിയിൽ നിന്ന് ഓടി പുറത്തേക്ക് വന്നത്. അത് ശ്രീരാമകൃഷ്ണദേവൻ എന്തോ അപകടം പറ്റിയെന്ന് കേട്ടിട്ട് പേടിച്ച് ഇറങ്ങി ഓടി. അന്നാണ് ആളുകളെല്ലാം കാണുന്നത്, ശാരദാദേവിയെ നേരിട്ട് കാണുന്ന അന്നാണ്. ഒരു രാത്രിയിൽ മാത്രം, അതുകൊണ്ട് വളരെ മങ്ങിയ വെളിച്ചത്തിൽ കണ്ടുവന്നു. കാര്യം അവിടെ ഒന്നും വെളിച്ചമൊന്നും ലൈറ്റൊന്നും ഇല്ലല്ലോ, ഇരുട്ടാണ്. അതുകൊണ്ട് പുറത്ത് വന്നാലും കുഴപ്പമൊന്നുമില്ല. എന്നാലും പുറത്ത് വരുന്നത് ആ ഒരു സന്ദർഭത്തിൽ മാത്രമായി, അല്ലാതെ ആരും കണ്ടിട്ട് പോലുമില്ല ശാരദാദേവി. അങ്ങനെ ഒരു ചുറ്റുപാടിലാണ് ശാരദാദേവി ആ മുറിക്കുള്ളിൽ ജീവിച്ചത്. ഇവിടെ ഇങ്ങനെ ഈ കഷ്ടപ്പെട്ട ഈ ചെറിയ മുറിക്കുള്ളിൽ ജീവിക്കുന്നത് കണ്ടപ്പോൾ ശ്രീരാമകൃഷ്ണദേവന്റെ ഒരു വലിയ ഭക്തനുണ്ടായിരുന്നു. ശംഭു ചരൺ മല്ലിക് എന്നാണ് അയാളുടെ പേര്. ശംഭു ചരൺ മല്ലിക് ദക്ഷിണേശ്വരം ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ അയാൾക്കൊരു വീടുണ്ട്. അയാൾക്ക് കൽക്കട്ടയിലും വീടുണ്ട്, ഇവിടെയും വീടുണ്ട്. വലിയ ധനികനാണ്, വലിയ സമ്പന്നനാണ്. അപ്പം ശംഭു ചരൺ മല്ലിക്കിന് ശാരദാദേവിയോട് വലിയ ഭക്തിയും ബഹുമാനവും ഒക്കെ ആയി. അതിൻ്റെ പ്രധാന കാരണം ശംഭു ചരൺ മല്ലിക് ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആളാണ്. അപ്പോൾ ശംഭു ചരൺ മല്ലിക്കാണ് യഥാർത്ഥത്തിൽ ശ്രീരാമകൃഷ്ണദേവനെ ആദ്യമായിട്ട് ബൈബിൾ വായിച്ച് കേൾപ്പിക്കുന്നത്. ശ്രീരാമകൃഷ്ണദേവൻ ബൈബിൾ വായിച്ച് കേൾക്കുന്നത് ശംഭു ചരൺ മല്ലിക്കിൽ നിന്നാണ്. അങ്ങനെയാണ് യേശുക്രിസ്തുവിനെ സാക്ഷാത്കരിക്കണം എന്നുള്ള ഒരു ബോധം അല്ലെങ്കിൽ ഒരു താല്പര്യം ശ്രീരാമകൃഷ്ണദേവൻ ഉണ്ടാവുകയും, നമ്മൾ ലീലാമൃതത്തിൽ വായിക്കുമ്പോൾ കാണാം, വെളുത്ത വസ്ത്രം ധരിച്ച ആ യേശുക്രിസ്തുവിനെ നേരിട്ട് കണ്ട ഭാഗം ശ്രീരാമകൃഷ്ണദേവൻ തന്നെ വിവരിക്കുന്നുണ്ട് ആ രൂപഘടന വെച്ചിട്ട്.
ആ യൂറോപ്യൻ ലുക്കിലുള്ള, അല്ലെങ്കിൽ ആ മറ്റേ ജെറുസലേമിൽ നിന്ന് വന്ന ഒരു യുവാവിൻ്റെ എല്ലാ ഭാവവാഹാദികളും കൂടെ അവിടെ ആ പഞ്ചവടിക്കകത്ത് യേശു ക്രിസ്തുവിനെ നേരിട്ട് ദർശിക്കുകയുണ്ടായി ശ്രീരാമകൃഷ്ണദേവൻ. അപ്പോൾ ആ ശ്രീരാമകൃഷ്ണദേവന് ആ യേശുക്രിസ്തുവിനെ ഉണ്ടാകുന്ന ആ അറിവ് നൽകുന്നത് ശംഭൂചരൺ മല്ലിക്കാണ്. ശംഭൂചരൺ മല്ലിക്ക് കല്യാണം കഴിച്ചിട്ടുള്ളത് ഒരു വിധവയാണ്. അവരും വലിയൊരു ക്രിസ്തു മത വിശ്വാസിയാണ്. അവർ വലിയ പ്രാർത്ഥനയൊക്കെ ആയിട്ട് കഴിയുന്നതാണ്. അപ്പം അവരുടെ വീട്ടിൽ നടക്കുന്ന പൂജയ്ക്ക് മേരി മാതാവായിട്ട് ക്ഷണിച്ചു വരുത്തിയത് ശാരദാദേവിയാണ്. ശാരദാദേവിയുടെ വേഷം അന്ന് അക്കാലത്ത് നമുക്ക് ഈ ചിത്രത്തിൽ കാണുമ്പോഴറിയാം. ശാരദാദേവി മേരി മാതാവിനോട് ഉപമിക്കാൻ പറ്റും. കാരണം മാതാവിൻ്റെ രൂപം ഇതുപോലെയാണ്. അപ്പോൾ ആ മേരി മാതാവാണ് എന്നുള്ള സങ്കല്പത്തിൽ ശാരദാദേവിയെ ആഴ്ചയിൽ ഒരിക്കൽ തങ്ങളുടെ ആ ദക്ഷിണേശ്വരത്ത് അടുത്തുള്ള തങ്ങളുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ ആ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളണം. എന്നിട്ട് ശാരദാദേവിയാണ് അവർ ആരാധിക്കുന്നത് മാതാവായിട്ട്. അപ്പം അങ്ങനെയുള്ള ശാരദാദേവി ജീവിക്കുന്നത് ഈ വളരെ ഇടുങ്ങിയ ഈ മുറിക്കുള്ളിലാണെന്ന് അറിഞ്ഞപ്പോൾ ശംഭൂചരൺ മല്ലിക്കിന് വലിയ വിഷമമായി. ദേവിക്ക് നല്ലൊരു താമസ സ്ഥലം ഒരുക്കി കൊടുക്കണം എന്ന് തീരുമാനിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഗംഗയുടെ കരയിൽ കുറച്ച് മാറിയിട്ട് ഒരു 4-5 സെന്റ് വരുന്ന, ഒരു സെന്റ് എന്നല്ല, കുറച്ച് സ്ഥലം അക്കാലത്ത് ശംഭൂചരൺ മല്ലിക്ക് മേടിക്കുക. അന്ന് 250 രൂപയാണ് ആ സ്ഥലം മേടിക്കാനായിട്ട് ചെലവാക്കിയത്. ആലോചിക്കണം, ദക്ഷിണേശ്വരം ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്തിന് 50,000 രൂപയാണ്. അപ്പോൾ ഈ ഒരു വീട് വെക്കുന്നതിന് 250 രൂപ. അപ്പോൾ നമുക്ക് ആ താരതമ്യം കൊണ്ട് മനസ്സിലാവും ആ സ്ഥലത്തിൻ്റെ വാല്യൂ എത്രയാണ്. ആ സ്ഥലം 250 രൂപയ്ക്ക് ആ സ്ഥലം മേടിച്ചിട്ട് അവിടെ ഒരു വീട് വെക്കാൻ തീരുമാനിക്കും. അപ്പം വീട് വെക്കാനായിട്ട് തീരുമാനമെടുത്ത സമയത്ത് വിശ്വനാഥൻ ഉപാധ്യായ എന്ന് പറയുന്ന നേപ്പാൾ സർക്കാരിൻ്റെ, നേപ്പാൾ രാജാവിൻ്റെ ബംഗാളിലെ പ്രതിനിധി, വിശ്വനാഥൻ ഉപാധ്യായ എന്നാണ് പേര്. നേപ്പാൾ രാജാവിൻ്റെ ബംഗാളിലെ ഗവർണറാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ശ്രീരാമകൃഷ്ണദേവനുമായിട്ട് നല്ല ബന്ധമുണ്ട്. ഉണ്ടാകാനുള്ള കാരണം, ഈ നേപ്പാൾ രാജ്യത്തേക്കുള്ള മുഴുവൻ ഭക്ഷ്യവസ്തുക്കളും കൽക്കട്ട പോർട്ടിൽ നിന്ന് അയച്ചു കൊടുക്കേണ്ട ചുമതല അന്നത്തെ കാലത്ത് ഈ വിശ്വനാഥൻ ഉപാധ്യായക്കായിരുന്നു. അയാളുടെ ചാർജിലാണ്. അതായത് അന്നത്തെ ഫുഡ് കോർപ്പറേഷൻ്റെ ചാർജ്, നേപ്പാളിൻ്റെ ഫുഡ് കോർപ്പറേഷൻ്റെ ചാർജ് ഈ വിശ്വനാഥൻ ഉപാധ്യായക്കായിരുന്നു. ഒരു വെള്ളപ്പൊക്കം വന്നപ്പോൾ മുഴുവൻ സംഭരിച്ചിരുന്ന ധാന്യങ്ങളും ആ വെള്ളത്തിൽ ഒലിച്ചുപോയി, നശിച്ചുപോയി. നേപ്പാളിൽ വലിയൊരു ദാരിദ്ര്യം, പട്ടിണി, കൊടുമ്പിരി കൊണ്ടൊരു സന്ദർഭമായി. അപ്പം വിശ്വനാഥൻ ഉപാധ്യായയുടെ നോട്ടക്കുറവ് കൊണ്ടാണ് ഈ ധാന്യങ്ങൾ വെള്ളത്തിൽ പെട്ടുപോയത് എന്നുള്ളൊരു ആരോപണം ഈ വിശ്വനാഥൻ ഉപാധ്യായക്ക് നേരെ വരികയും നേപ്പാൾ രാജാവ് വിശ്വനാഥൻ ഉപാധ്യായെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തു. അയാൾക്ക് വലിയ സങ്കടമായി. അന്ന് അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന കാലത്താണ് ആരോ പറഞ്ഞ് ദക്ഷിണേശ്വരത്തൊരു വലിയൊരു ഗുരു ഉണ്ട്, അദ്ദേഹത്തെ പോയി കണ്ടാൽ ഒരു സമാധാനം ഉണ്ടാവുമെന്നും പറഞ്ഞ് ഈ വിശ്വനാഥൻ ഉപാധ്യായ ദക്ഷിണേശ്വരത്ത് വന്ന് ശ്രീരാമകൃഷ്ണദേവനെ കാണുകയാണ് ചെയ്തു. കണ്ട് ഈ വിവരങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, ഒന്നുകൊണ്ടും പേടിക്കണ്ട, നേരെ പൊക്കോ. ഇയാൾ പിന്നെ നേപ്പാളിലേക്ക് പോയില്ലായിരുന്നു. ഈ പിരിച്ചുവിട്ട പിന്നെ ഇയാൾ നേപ്പാളിൽ പോയിട്ടില്ല. നീ നേരെ നേപ്പാളിലേക്ക് പോയിട്ട് അവിടുത്തെ നേപ്പാൾ രാജാവിനെ കാണണം. കണ്ടിട്ട് നീ എന്താണ് നടന്നതെന്നുള്ളതെല്ലാം മുഴുവൻ നീ അങ്ങ് പറയാൻ പറഞ്ഞു. അവിടെ നിനക്ക് എന്ത് സംഭവിക്കുന്നുള്ളത് ഞാൻ നോക്കിക്കൊള്ളാം, പക്ഷെ നീ പോയി പറയണം. ഇയാളുടൻ തന്നെ വിശ്വനാഥൻ ഉപാധ്യായ നേരെ നേപ്പാളിൽ ചെല്ലുന്നു. രാജാവിനെ നേരിൽ കണ്ട് നടന്ന സംഭവങ്ങളെല്ലാം വിവരിക്കുന്നു. അപ്പോഴാണ് സത്യത്തിൽ രാജാവിന് അതിൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ നേപ്പാൾ രാജാവിൻ്റെ അതുവരെ ഉണ്ടായിരുന്നത് ഇയാൾക്ക് ഇവിടുത്തെ ഒരു അംബാസഡറിൻ്റെ ജോലി മാത്രമേ. അതിന് പകരം രാജപ്രമുഖനായിട്ട് ഇയാളെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് വീണ്ടും നിയമിച്ചു. അപ്പം നേപ്പാളിലെ രാജപ്രമുഖനായിട്ട് ഇയാൾ മാറുകയാണ് ചെയ്തത്. അങ്ങനെ ഉയർന്ന നിലയിലേക്ക് വന്നു. അപ്പം ഈ ഒരു അവസ്ഥ തനിക്ക് ലഭിക്കാനുണ്ടായ കാരണം ശ്രീരാമകൃഷ്ണദേവനാണ് എന്നുള്ളത് കൊണ്ട് ശ്രീരാമകൃഷ്ണദേവൻ്റെ അടുത്ത് വലിയൊരു ഭക്തനായ ആൾ പിന്നീട് മാറുകയാണ്. അപ്പം അങ്ങനെയുള്ള ശ്രീരാമകൃഷ്ണദേവൻ്റെ ശാരദാദേവിക്ക് വേണ്ടി വീട് വെക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ സ്ഥലം ശംഭൂചരൺ മല്ലിക്ക് മേടിച്ചപ്പോൾ വിശ്വനാഥൻ ഉപാധ്യായ പറഞ്ഞു, അവിടെ പണിയാനുള്ള കെട്ടിടം പണിയുന്നതിനുള്ള എല്ലാ ചെലവും ഞാൻ വഹിക്കാം. അന്ന് തടിയിലാണത് പണിയുന്നത്. ആ തടി മുഴുവനും ഞാൻ തരാം എന്ന് പറഞ്ഞ് അവിടെ ബേലൂർ ബേലൂർ നദിയുടെ ബേലൂരിലുള്ള നദിയുടെ കരയിലുള്ള ഒരു വലിയ മില്ലിൽ നിന്ന്
തടിയെല്ലാം അറപ്പിച്ച് ഈ പറഞ്ഞ വീട് വെക്കാവുന്ന സ്ഥലത്തേക്ക് നദിയിലൂടെ കൊണ്ടുവരികയാണ്. നോക്കണം ഓരോ വിധിവൈപര്യത്ത്. ആ സമയത്താണ് പെട്ടെന്ന് വേലിയേറ്റം ഉണ്ടായി, വെള്ളപ്പൊക്കമുണ്ടായി. ഈ തടി മുഴുവനും വള്ളം മറിഞ്ഞ് തടി മുഴുവൻ തടി ഒലിച്ചു. പറഞ്ഞ സമയത്ത് തടി ഇവിടെ എത്തിക്കാനും പറ്റിയില്ല, വീട് പണിയാനും സാധിച്ചില്ല. അപ്പോൾ വിശ്വനാഥ ഉപാധ്യായ പറഞ്ഞു, ഒന്നുകൊണ്ടും പേടിക്കേണ്ട, രണ്ടാമത് നമ്മൾ പണി തുടങ്ങുന്നു. ഈ നഷ്ടപ്പെട്ട തടിയെല്ലാം പോട്ടെ, രണ്ടാമത് തടി വാങ്ങിച്ച് പണിഞ്ഞ് കൊണ്ടുവന്ന് വീട് പൂർത്തിയാക്കി അവിടെ ശാരദാദേവിയെ കൊണ്ട് താമസിപ്പിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. പക്ഷെ ഏതാണ്ട് 1.25 വർഷമേ ശാരദാദേവി അവിടെ താമസിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും അസുഖം ബാധിക്കുകയൊക്കെ ചെയ്ത്, ചില വയറിനൊക്കെ ചില അസുഖം ബാധിച്ചതിനെ തുടർന്ന് ശാരദാദേവി അവിടെ നിന്ന് താമസം മാറ്റി തിരിച്ചിങ്ങ് പോരുകയും ചെയ്തു. ശാരദാദേവിക്ക് ഒരിക്കലും ശ്രീരാമകൃഷ്ണദേവനെ വിട്ട് മറ്റൊരു സാഹചര്യത്തിലേക്ക് താമസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ വീട് നിർമ്മിച്ചു എന്നുള്ളത് മാത്രം. പക്ഷെ തിരിച്ച് ശാരദാദേവി ഇങ്ങ് വരികയും ചെയ്തു. അപ്പം ഈ തരത്തിൽ നമ്മൾ ആകെ ഇതിനിടയിൽ ഈ ആദ്യ ദിവസം മാത്രമാണ് ശാരദാദേവിയോടൊപ്പം ശ്രീരാമകൃഷ്ണദേവൻ ഒന്നിച്ചൊരു മുറിയിൽ കഴിഞ്ഞത്. ആദ്യം വരുമ്പോൾ മാത്രം. പിന്നീട് ഒരിക്കൽ കൂടെ ഇവർ ഒരുമിച്ച് താമസിക്കേണ്ടി വന്നു, ഒരുമിച്ച് കഴിയേണ്ടി വന്നു ഒരു മുറിയിൽ. അത് ഈ പറഞ്ഞ 10-13 വർഷം കഴിഞ്ഞാണ്. അതിന് കാരണം അന്ന് നഹബത്തിലാണ് ശാരദാദേവി താമസിക്കുന്നത്. അപ്പം നഹബത്ത് അന്ന് ശ്രീരാമകൃഷ്ണദേവൻ്റെ അമ്മ അവിടെ സ്ഥലത്തില്ല, മറ്റാരും ഇല്ല, ശാരദാദേവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സന്ദർഭത്തിൽ. അപ്പം നഹബത്തിൽ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി ശ്രീരാമകൃഷ്ണദേവൻ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ പെട്ടെന്ന് പെരുമഴയും വന്നു. മഴ വൈകുന്നേരമായിരുന്നു. മഴ അങ്ങോട്ട് ശക്തി പ്രാപിച്ചപ്പോൾ ഈ നഹബത്തിൻ്റെ അടുത്ത് ചെന്ന് ശ്രീരാമകൃഷ്ണദേവൻ കയറി നിന്നു. പക്ഷെ രാത്രിയായിട്ട് ഈ മഴ ശമിക്കുന്നില്ല. ശ്രീരാമകൃഷ്ണദേവന് വലിയ ഭയമായിപ്പോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? സ്വന്തം ഭാര്യയാണ് അവിടെ ഉള്ളത്. പക്ഷെ ശ്രീരാമകൃഷ്ണദേവന് ഭയമായി. എങ്കിലും ശാരദാദേവി പറഞ്ഞ് അകത്തോട്ടിരിക്കാമെന്ന് പറഞ്ഞ് ശ്രീരാമകൃഷ്ണദേവനെ അകത്തിരുത്തി. അന്ന് രാത്രി ഭക്ഷണമൊക്കെ കൊടുത്ത് അന്ന് രാത്രി അവിടെ ശ്രീരാമകൃഷ്ണദേവൻ ആ നഹബത്തിൽ കഴിഞ്ഞു. അങ്ങനെ 2 തവണ മാത്രമാണ് സ്വജീവിതത്തിൽ ഇവർ ഒന്നിച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഏതാണ്ട് ഈ ഇത്രയും കാലത്തിനിടയിൽ ഏതാണ്ട് 50 എത്ര വർഷം വരും. ശാരദാദേവിയെ സംബന്ധിച്ചിടത്തോളം 67 വയസ്സ് വരെയാണ് ജീവിതകാലം. 67 വയസ്സ് വരെ ജീവിച്ചു. അപ്പോൾ ഇതിനിടയിൽ ഈ പറഞ്ഞ ദക്ഷിണേശ്വരം കാലത്ത് മാത്രമാണ് ഇവർ ഒരുമിച്ച് ഉണ്ടായിട്ടുള്ളത്. അതായത് കൂടി വന്നാൽ ഒരു 1867 മുതൽ 1867 മുതൽ 1886 വരെ. 1867 മുതൽ 86. അപ്പോൾ 67, 77 ഏതാണ്ട് കഷ്ടിച്ച് 20 വർഷം, 18-19 വർഷം മാത്രമാണ് ഇവർ ഒന്നിച്ച് ഒരു സ്ഥലത്ത് ജീവിച്ചിട്ടുള്ളത്. കാര്യം ദക്ഷിണേശ്വരത്ത് ഒരു 10-18 വർഷം, അത് കഴിഞ്ഞ് ബാക്കി 10-13 വർഷം, അത് കഴിഞ്ഞ് ബാക്കിയുള്ളത് ശ്യാംപുക്കൂറിലും കാശിപ്പൂർ ഗാർഡനിലും ഭഗവാന്റെ ചികിത്സക്കായിട്ട് തൊട്ടടുത്ത മുറിയിൽ താമസിച്ചു എന്നുള്ളത് മാത്രം. അങ്ങനെ ഏകദേശം ഒരു 10-19 വർഷം മാത്രമാണ് ഇവർ ഒരുമിച്ച് ജീവിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ശാരദാദേവിയുടെ ആ ധർമ്മം, ദേവീഭാവത്തിലുള്ള ആ ധർമ്മത്തിലേക്ക് കടക്കുന്നതെല്ലാം തന്നെ പിന്നീട് ശ്രീരാമകൃഷ്ണദേവന്റെ ദേഹത്യാഗത്തിന് ശേഷമാണ്. ഈ സന്യസ്ത ശിഷ്യന്മാരെ മുഴുവനും ഒരു ശക്തി കൊണ്ട് ഒന്നിപ്പിച്ച് നിർത്തിയതിൻ്റെ പിന്നിൽ ശാരദാദേവി മാത്രമാണ്. ശാരദാദേവിയുടെ വാക്കുകൾ കേട്ടുകൊണ്ട് മാത്രമാണ് ഈ വിവേകാനന്ദൻ ഉൾപ്പെടെയുള്ളവർ ഈ 16 പേരും ഒന്നിച്ച് നിന്ന് പ്രവർത്തിക്കാനുണ്ടായ ഏക സാഹചര്യം ശാരദാദേവിയെ ഉദ്ദേശിച്ച് മാത്രമാണ്. നമ്മൾ വായിക്കുന്ന വചനാമൃതം ശാരദാദേവി ഇല്ലായിരുന്നു, അല്ലെങ്കിൽ സമ്മതിച്ചില്ലായിരുന്നുവെങ്കിൽ നമുക്ക് ശ്രീരാമകൃഷ്ണദേവനെ കുറിച്ചുള്ള ഒരു വരി പോലും നമുക്കറിയാൻ പറ്റില്ലായിരുന്നു. നമ്മൾ ഇന്ന് അറിയുന്ന ശ്രീരാമകൃഷ്ണദേവനെ ഡേ ബൈ ഡേ ഡയറി കുറിപ്പ് പോലെ നമ്മൾ അറിയാവുന്നത് കൊണ്ടാണ് ശ്രീരാമകൃഷ്ണദേവന്റെ ജീവിതത്തെ നമ്മൾ ഇത്രയും അടുത്തറിയുന്നത്. മാസ്റ്റർ മഹാശയൻ ആ ഡയറി കുറിപ്പ് എഴുതി വെച്ചത് ശാരദാദേവി ഒരിക്കൽ അത് വായിച്ച് കേൾക്കാൻ ഇടയായതുകൊണ്ട് മാത്രമാണ് പ്രസിദ്ധീകരിക്കപ്പെട്ടത്. ശാരദാദേവി അത് പ്രസിദ്ധീകരിക്കണമെന്ന് നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് മാസ്റ്റർ മഹാശയൻ അത് എഴുതിയത്, അതായത് പുസ്തക രൂപത്തിലേക്ക് മാറ്റിയത്. ആ ഡയറി കുറിപ്പിനെ പുസ്തക രൂപത്തിലേക്ക് മാറ്റാൻ മാസ്റ്റർ മഹാശയൻ തയ്യാറായതിൻ്റെ ഒറ്റ കാരണം ശാരദാദേവി നിർബന്ധം പിടിച്ചതുകൊണ്ട്. അല്ലെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ആ ഒരു ജീവിതം തിരിച്ചറിയാൻ പോലും പറ്റില്ല. ഇതുപോലെ ഒരു ആ ശ്രീരാമകൃഷ്ണദേവന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രമേൽ ഒരു
നമ്മൾ നമ്മുടെ ഈ ലോകത്തിന് ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ, അവതാര പുരുഷനെ ലോകത്തിന് ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ നമുക്ക് മുമ്പിൽ ഒരറിവായിട്ട് വളർത്താൻ ശാരദാദേവിയുടെ ഒരു പങ്കാളിത്തം വളരെ പ്രധാനമായിട്ട്. ഇവിടെ നമ്മൾക്ക് ഇത് എത്ര പേരുടെ വാങ്ങിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. ശാരദാദേവിയുടെ ശ്രീരാമകൃഷ്ണ എന്താ പറയുക, ശാരദാദേവിയുടെ ഒരു ജീവചരിത്രം, ശാരദാദേവി ജീവചരിത്രം എന്നല്ല, ശാരദാദേവി എന്നുള്ളൊരു പുസ്തകമുണ്ട്. ഇത് സാധാരണ നമ്മളെ സംബന്ധിച്ച് വലിയ വേദാന്തമോ വലിയ വിജ്ഞാനമോ ഒന്നും ദഹിക്കാത്ത ഒരു ആൾക്ക് പോലും വളരെ ലളിതമായി മനസ്സിലാകുന്ന തരത്തിലുള്ള ഒരു ജീവിതചര്യയുടെ പുസ്തകമാണ്. ശാരദാദേവി ഒരു ദിവസം 1,00,000 തവണയാണ് നാമം ജപിക്കുന്നത്. 1,00,000, കൃത്യം 1,00,000, ഏറ്റവും മിനിമമാണ് പറഞ്ഞത്. 1,00,000 നാമം ജപിച്ചിരിക്കും ഒരു ദിവസം മുടങ്ങാതെ. അപ്പം ഒന്ന് ആലോചിച്ചു, 1,00,000 നാമം ഒരാൾ ജപിക്കണമെങ്കിൽ എത്ര സമയമെടുക്കുമായിരിക്കും? 1,00,000 നാമമാണ് എല്ലാ ദിവസവും ജപിച്ചുകൊണ്ടിരുന്നത്. നാമജപത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ശാരദാദേവി ഒരുപാട് തവണ ഇതിനകത്ത് പറയുന്നുണ്ട്. നാമം എങ്ങനെയാണ് നമ്മെ നയിക്കുന്നത്. ദേവിയുടെ അവതാരമാണ്. ആ ദേവി തന്നെയാണ് ആ നാമജപത്തെ ഇത്രമാത്രം ഉദ്ഘോഷിക്കുന്ന ഒരു പുസ്തകം കൂടിയാണ് ഇത്. കൃത്യം പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ലളിതമായിട്ട് ഒരാളുടെ ജീവിതത്തെ എങ്ങനെ രൂപപ്പെടുത്തണം എന്നുള്ളതിൻ്റെ ഒരു ഗൈഡ് ലൈൻ, ഒന്നാന്തരം ഒരു ഗൈഡ് ലൈനാണ്. ശ്രീരാമകൃഷ്ണദേവൻ്റെ ജീവിതം നമ്മൾ വായിച്ചാലോ അല്ലെങ്കിൽ വചനാമൃതം നമ്മൾ വായിച്ചാലോ അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തിയെടുക്കുക എന്ന് പറയുന്നത് വലിയൊരു സാധനയുടെ ഭാഗമായിട്ടേ പറ്റൂ. അത്ര ഈസിയല്ല. പക്ഷെ ശാരദാദേവിയുടെ ഈ പുസ്തകം ഏറ്റവും ലളിതമാണ്. നമ്മൾ എന്ത് ധരിക്കുന്നു, എന്ത് ഭക്ഷിക്കുന്നു, എങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെ നടക്കുന്നു, എങ്ങനെ പെരുമാറുന്നു, ഇതെല്ലാം ലളിതമായിട്ടാണ്, വളരെ ലളിതമായിട്ടാണ്. ശാരദാദേവിക്ക് സാധാരണ സ്ത്രീകൾക്കുണ്ടായിരുന്ന പോലെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ആഭരണം ധരിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായി. പക്ഷെ ശ്രീരാമകൃഷ്ണദേവൻ്റെ കൂടെ ആയതുകൊണ്ട് ആഭരണം ധരിക്കാനുള്ള സാഹചര്യമൊന്നും ഉണ്ടായി. അവസാന കാലമായപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ്റെ ആ അവസാന അവതാരത്തിൻ്റെ കാലം അവസാനിക്കാറാകുന്ന ഒരു ഘട്ടം എത്തിയപ്പോൾ ശ്രീരാമകൃഷ്ണദേവന് തന്നെ തോന്നി, ദേവിക്ക് ആഭരണം അണിയാൻ ആഗ്രഹമുണ്ട് എന്ന് ശ്രീരാമകൃഷ്ണദേവൻ്റെ മനസ്സിൽ തോന്നി. ഇത് ശ്രീരാമകൃഷ്ണദേവൻ അവസാനം ഒരാളെ ഏൽപ്പിച്ചിട്ട്, മാസ്റ്റർ മഹാശയനെ കൂടെ ചേർത്താണ് ഏൽപ്പിച്ചിട്ട്, ഏതാണ്ട് 250-300 രൂപ ഏൽപ്പിച്ചു. 250-300 രൂപ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ദേവിക്ക് വളയും മാലയൊക്കെ മേടിച്ചു, കമ്മലുമൊക്കെ മേടിച്ചു കൊടുക്കണം. എന്നിട്ട് ശ്രീരാമകൃഷ്ണദേവൻ ആ വളയും മാലയും കമ്മലുമൊക്കെ മേടിച്ചു കൊടുത്ത് അതൊക്കെ ശാരദാദേവി അണിയുമായിരുന്നു. ആ വളയൊക്കെ ഇട്ടിരുന്നു, ശാരദാദേവിക്ക് ഇഷ്ടമായിരുന്നു അത് ഇടാൻ. പക്ഷെ ഒരിക്കലും അത് മുൻപൊന്നും പ്രകടിപ്പിച്ചിട്ടില്ല. പക്ഷെ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞപ്പോൾ അത് വാങ്ങിയ ആഭരണങ്ങൾ അണിഞ്ഞു. പിന്നീട് ശ്രീരാമകൃഷ്ണദേവൻ്റെ ദേഹത്യാഗത്തിന് ശേഷം പലരും ബംഗാളിൽ അത് ചെയ്യാൻ പോലും, ബംഗാളിൽ ജീവിക്കാൻ പോലും, ഭർത്താവ് മരിച്ചാൽ ഭാര്യ ജീവിക്കാൻ പോലും പാടില്ല എന്നുള്ള നിയമം ഉണ്ടായിരുന്ന ഒരു നാടാണെന്ന് കൂടി ആലോചിക്കണം. ഭാര്യയ്ക്ക് പിന്നെ ജീവിക്കാൻ പോലും അവകാശമില്ല, നേരെ ആ ചിതയിൽ ചാടിക്കണം. മാത്രമല്ല, ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യ പൂർണ്ണമായി എല്ലാ വസ്ത്രങ്ങൾ ഇതൊക്കെ മറ്റേ വെള്ള ഇത് മാത്രം ധരിച്ച് ആരുടെയും മുന്നിൽ പെടാത്ത വിധം ഒരു മുറിക്കകത്ത് ജീവിതകാലം മുഴുവൻ അടച്ചിരുന്ന് കഴിയേണ്ട ഒരു സാഹചര്യം കൂടെ അന്നത്തെ കാലത്തെ ബംഗാളി സ്ത്രീകൾ അനുഭവിച്ചിരുന്നു. പക്ഷെ ശാരദാദേവി എല്ലാം ആഭരണങ്ങളും ധരിച്ചിരുന്നില്ലെങ്കിലും വള ധരിച്ചിരുന്നു. അപ്പോൾ ആരോ കുറ്റപ്പെടുത്തി ശാരദാദേവിയെ വള ധരിച്ചതിന്. ഇങ്ങനെ വള ധരിക്കാമോ? ശ്രീരാമകൃഷ്ണദേവൻ ഇല്ലല്ലോ, വള ധരിക്കാമോ എന്ന്. അപ്പോൾ ദേവി വിഷമം കൊണ്ട് പിന്നെ വള ഊരാൻ ശ്രമിച്ചപ്പോഴാണ് ശ്രീരാമകൃഷ്ണദേവൻ പ്രത്യക്ഷപ്പെട്ടത്. ശാരദ എന്താ വിചാരിച്ചത്? ഞാൻ പോയി എന്നാണോ വിചാരിക്കുന്നത്? ഞാൻ തൊട്ടടുത്ത മുറിയിലുണ്ട്, ഞാൻ ഒരിടത്തും പോയിട്ടില്ല, ഞാൻ ഇവിടെ തന്നെ ഞാനുണ്ട്, അതുകൊണ്ട് അത് ധരിക്കാൻ പറ്റും. അങ്ങനെ പിന്നെ ശാരദാദേവി തിരിച്ച് ആ വള ആഭരണം ധരിക്കുക. അത്തരത്തിൽ ഉള്ള ഒരു ജീവിത ചര്യയുടെ ഒരു വലിയ ഉദാഹരണം കൂടിയാണ് ശാരദാദേവി. ഈ ശാരദാദേവിയുടെ അമ്മ ശ്യാമസുന്ദരി ദേവി ഒരിക്കൽ ദക്ഷിണേശ്വരത്ത് വന്നപ്പോൾ പറഞ്ഞത്, എൻ്റെ മകൾ ഒരിക്കലും ഒരു ഗർഭിണിയാവാൻ സാധ്യതയില്ല, എൻ്റെ മകൾക്ക് ഒരു കുഞ്ഞുണ്ടാവാൻ സാധ്യതയില്ല, കാരണം ഭർത്താവ് ഇങ്ങനെയുള്ള ഒരാളായിപ്പോയി. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവനെ പ്രാഗി ശ്യാമസുന്ദരി ദേവി, എൻ്റെ മോൾക്ക് ഈ ഗതികേട് വന്നല്ലോ, ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം പോലും ഇല്ല, ഇതുപോലെ ഒരുത്തനെയാണല്ലോ വിളിച്ച് ഞാൻ കെട്ടിച്ചു കൊടുത്തത് എന്ന് പറഞ്ഞ് ശ്യാമസുന്ദരി ദേവി വല്ലാത്ത
വിഷമത്തിൽ വേദന കൊണ്ട് ഏതൊരു അമ്മയ്ക്കും ഉണ്ടാകുമല്ലോ. സ്വന്തം മകൾ ഒരു അമ്മുമ്മയാകണമെന്ന് ആഗ്രഹമില്ലാത്ത ഏതെങ്കിലും അമ്മമാരുണ്ട്. അത് അമ്മയെ ശ്യാമസുന്ദരി ദേവിയെ കുറ്റമൊന്നും പറയാൻ പാടില്ല. കാരണം എല്ലാവർക്കും ആഗ്രഹമുണ്ട് കൊച്ചുമക്കൾ ഉണ്ടാവണമെന്ന്. അതുകൊണ്ട് അവരങ്ങനെ വേദന കൊണ്ട് പറഞ്ഞു പോയെന്ന്. അപ്പോൾ ശാരദാദേവിക്ക് ഒന്നും പറയാൻ പറ്റില്ല. കാരണം ശ്രീരാമകൃഷ്ണദേവനോട്. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവന് കാര്യം മനസ്സിലായി. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ ശാരദാദേവിയോട് ചോദിച്ചു, ദേവി വിഷമിക്കരുത്, ഇനി ഒരു കാലത്ത് ദേവിയെ അമ്മയെ അമ്മയെന്ന് വിളിക്കുന്ന മക്കളുടെ എണ്ണം എണ്ണിയാൽ ഒടുങ്ങില്ലെന്ന് പറഞ്ഞു. സ്വന്തമായി ഒരു കുഞ്ഞിനെ പ്രസവിക്കണോ അതോ ആയിരക്കണക്കിന് മക്കൾ അമ്മയെ അമ്മയെന്ന് വിളിച്ച് ചുറ്റും ഉണ്ടാകണം. അത് പിന്നീട് ശാരദാദേവിയുടെ ജീവിതത്തിൽ സാർത്ഥകമായി എന്നുള്ളത് നമുക്കറിയാം. എത്രയോ മക്കൾ, വിശ്വവിജയികളായ മക്കൾ, ഏറ്റവും വലിയ ലോകം മുഴുവൻ അറിയപ്പെടുന്ന മഹത്തുക്കളായ എത്രയോ മക്കൾക്ക് എത്രയോ പേര് അമ്മയായി. ഇന്നും ഈ ഇത്രയും കാലം കഴിഞ്ഞിട്ട് ഇന്നും നമ്മൾ അമ്മയെ അമ്മയെന്ന് നമ്മളും എല്ലാം വിളിക്കുന്നില്ലേ? അപ്പൊ എത്രയോ മക്കളുടെ ഒരു പരമ്പരയാണ് ശാരദാദേവിക്ക് വേണ്ടി ഉണ്ടായിരുന്നത്. ആ തരത്തിലാണ് ശാരദാദേവി തൻ്റെ ജീവിതം കൊണ്ട് ആധ്യാത്മികതയെ, ഒരു വശത്ത് ആധ്യാത്മികതയാണെങ്കിൽ പോലും ഒരു സാധാരണ സ്ത്രീയുടെ അനുഭവിക്കേണ്ട എല്ലാ വേദനകളും വിഷമങ്ങളും ആ ജീവിതത്തിലും ഉണ്ടായിരുന്നു. നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം തന്നെ ഈശ്വരോന്മുഖമായ ഒരു ഈശ്വരീയ ആരാധനയുടെ ഭാഗമായിട്ടാണ് ശാരദാദേവി കൈകാര്യം ചെയ്യുന്നത്. അത്രയും ഇതായിട്ടാണ്. നേരത്തെ പറഞ്ഞ പോലെ ആജ്ഞാപിക്കാനുള്ളൊരു ശക്തിയും കൂടെ ഉണ്ടായി. ഒരിക്കൽ എൻ്റെ ഓർമ്മയിൽ നിന്നാണ്, അതായത് ശാരദാദേവി സുഖമില്ലാതിരിക്കുമ്പോൾ ആരോ കാണാൻ വരുന്നതിന് തടസ്സം നിന്നു. ശാരദാദേവിയെ കാണാൻ വരുന്നവരെ ശാരദാദേവിക്ക് ബുദ്ധിമുട്ടായിരിക്കുമെന്നും പറഞ്ഞ് ഈ അന്തരംഗ ശിഷ്യന്മാരിൽ ചിലർ അവിടെ വരുന്നവരെയൊക്കെ, ഭക്തന്മാരെയൊന്നും അകത്തേക്ക് കയറ്റിവിടാതെ വെളിയിൽ കാവൽ നിൽക്കും. ശാരദാദേവിയെ കാണാൻ ഈ വരുന്നവരൊന്നും അകത്തോട്ട് കയറ്റിവിടില്ല. അപ്പോൾ അതിൻ്റെ വെളിയിൽ ഇവരെ ആരെങ്കിലും ടേൺ വെച്ച്, ഇവർ 10-16 പേരുണ്ടല്ലോ, ഇവരാരെങ്കിലും ടേൺ വെച്ച് വാതിക്കൽ ദേവി താമസിക്കുന്ന ഉദ്ബോധൻ കെട്ടിടത്തിൻ്റെ ഫ്രണ്ടിലുള്ള വാതിക്കൽ ഇവരാരെങ്കിലും കാവൽ നിൽക്കും. ആരെയും കയറ്റിവിടില്ല. അവസാനം ഈ ഭക്തന്മാർ വന്നിരുന്ന് അമ്മയെ കാണണം എന്ന് പറഞ്ഞ് വിഷമിച്ച് ഇരിക്കുന്നു. ഇത് ശാരദാദേവി ആദ്യം അറിഞ്ഞില്ല. ഇങ്ങനെ പിന്നീടാണിത് മനസ്സിലാക്കുന്നത്. ഇങ്ങനെ അവിടെ തടഞ്ഞു നിർത്തുന്നുണ്ട്. ശാരദാദേവി നേരിട്ട് ഇറങ്ങി വന്നു പറഞ്ഞാൽ, ആരെയും തടയരുത്, എന്നെ കാണാൻ വരുന്ന എൻ്റെ മക്കളെ നിങ്ങൾ തടയാനുള്ള അവകാശം നിങ്ങൾക്കില്ല, തടയരുത്. അങ്ങനെയാണ് പിന്നെ എല്ലാവരെയും അകത്തേക്ക് കയറ്റിവിടാൻ തുടങ്ങി. അത്രമേൽ മാതൃവാത്സല്യം എല്ലാവരോടും പ്രകടിപ്പിച്ചിരുന്നൊരു ജന്മം കൂടിയാണ് ശാരദാദേവി. അതുകൊണ്ടാണ് ഒരുപക്ഷെ ശ്രീരാമകൃഷ്ണദേവൻ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം കൂടെയാണ്. എല്ലാ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും ഒരു ശ്രീരാമകൃഷ്ണ ശാരദാ ബന്ധം കൂടെ ഉണ്ടെങ്കിൽ അതൊരു ദൈവികമായ ഭാവമായിട്ട് മാറും. ഒരു ഘട്ടം കഴിയുമ്പോൾ ഈ വിവാഹിതരായ ഗൃഹസ്ഥാശ്രമികളായ ഭക്തന്മാർ ഒരുപാട് പേരവിടെ ഉണ്ട്. അവരോടൊക്കെ ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നത്, നിങ്ങൾ ആദ്യഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ഒരു ഭാര്യാഭർത്തൃ ബന്ധം ഭംഗിയായി നിർവഹിക്കപ്പെടണം. പക്ഷെ ആദ്യ ഘട്ടം കഴിയുമ്പോൾ മക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഭാവം മാറും. മക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സ്വീകരിക്കേണ്ടത് ഒരു ഈശ്വരീയ ഭാവം നിങ്ങൾ സ്വീകരിക്കും. ഭാര്യയായാലും ഭർത്താവായാലും രണ്ടുപേരും ഈശ്വരീയ ഭാവത്തിലേക്ക് മാറും. രണ്ടുപേർക്കും അങ്ങനെ വന്നാൽ മാത്രമേ ജീവിതത്തെ തരണം ചെയ്യാൻ പറ്റൂ. അതെല്ലാ ഗൃഹസ്ഥാശ്രമികളോടും ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു. എല്ലാ ഗൃഹസ്ഥാശ്രമികളോടും. അല്ലാതെ ആരും സന്യാസം സ്വീകരിക്കണമെന്നോ അല്ലെങ്കിൽ സന്യസിക്കേണ്ടവരെ മാത്രമേ സന്യസിക്കാൻ തീരുമാനിച്ചിരുന്നുള്ളൂ. അല്ലാത്തവരെയൊക്കെ ഗൃഹസ്ഥാശ്രമികളായിട്ട് തന്നെയാണ് ഭഗവാൻ നിലനിർത്തിയിരുന്നത്. ആ ഗൃഹസ്ഥാശ്രമ ധർമ്മം ഇവരെ മുഴുവനും പഠിപ്പിക്കുകയും കൂടെ ചെയ്യും. പക്ഷെ ഒറ്റ കണ്ടീഷൻ ഇതാണ്, മക്കളായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഭാവം മാറും. പിന്നെ നിങ്ങൾ യഥാർത്ഥത്തിൽ ശ്രീരാമകൃഷ്ണ ശാരദാമാർ എങ്ങനെയായിരുന്നോ ജീവിതത്തിൽ കഴിഞ്ഞത് അതേപോലുള്ള ഒരു സാത്വികമായ ഭാവത്തിലേക്ക് പോയാൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം കിട്ടൂ, അല്ലെങ്കിൽ സംതൃപ്തി കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ അവസാനം വരെയും നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈ മോഹം ഒരു കാലത്ത്, അതാണ് ശ്രീരാമകൃഷ്ണദേവൻ കാമിനി കാഞ്ചനത്തെക്കുറിച്ച് പറഞ്ഞത്. ആ കാമത്തെക്കുറിച്ച്, കാമം എന്ന് പറയുന്നത് ആഗ്രഹമാണ്. ഓരോന്നിനു വേണ്ടിയുള്ള അത്യാഗ്രഹത്തെയാണ് കാമമായിട്ട് കാണുന്നത് ഇവിടെ. അപ്പോൾ
അത്യാഗ്രഹത്തോടു കൂടിയുള്ള ആ കാമത്തോടു കൂടിയുള്ള ഒരു ജീവിതത്തെ നമ്മിൽ നിന്ന് മാറ്റുന്നതിന് ഏറ്റവും ഉപയുക്തമായ ഒരു പ്രാക്ടീസ് എന്ന് പറയുന്നത് കുഞ്ഞ് ജനിക്കുന്നതോടുകൂടി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാവം മാറുകയാണ്. മക്കൾ ജനിക്കുന്നതോടുകൂടി അതിൻ്റെ ഭാവം മാറുകയാണ്. അങ്ങനെ വരുമ്പോഴാണ് അത് ജീവിതത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോഴേക്കും അതൊരു സാർത്ഥകമായ ജീവിതമായി മാറും. അങ്ങനെ മാത്രമേ അതിന് ചെയ്യാൻ കഴിയൂ. ഞാനത് പറയാൻ കാരണം, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അമ്മയോട് അടുത്ത് ഇടപഴകേണ്ടി വന്നു. കാരണം ആ അമ്മയുടെ വീട് തൻ്റെ മകന് എഴുതി കൊടുത്ത. പെട്ടെന്നാണ് മകൻ്റെ ഫോൺ വരുന്നത്, ആ വീട് വിറ്റു. ഞാനത് നേരിട്ട് കണ്ടതാണ്, അമ്മയുടെ ആ ഒരു വല്ലാത്തൊരവസ്ഥ. പക്ഷെ ഈ സന്ദർഭത്തിൽ അമ്മയോട് പറയുന്നത്, ആ അമ്മ എത്രമാത്രമാണ് വേദനയോടുകൂടി കരഞ്ഞുകൊണ്ട് തിരിച്ചു പോയതെന്നുള്ളത് ആ കാഴ്ച ഇപ്പോഴും എൻ്റെ മുന്നിലുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ സ്വാഭാവികമായി നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന ഒരു ഘടകം തന്നെയാണ്. കാര്യം അച്ഛനും മക്കൾ ഒരു പരിധി കഴിയുമ്പോൾ അവരവരുടേതായ ഒരു രീതിയിൽ പോകും. അതിന് തടയാൻ പറ്റില്ല. അതിന് അവരെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് അവരുടെ ജീവിത സാഹചര്യങ്ങളാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് ഒരു തയ്യാറെടുപ്പ് നടത്തേണ്ടത്? കാരണം നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഈ വസ്തുവകകളുമായിട്ട് നമ്മളുടെ അറ്റാച്ച്മെൻ്റ് എത്രത്തോളമാണ് എന്നുള്ളത് നമ്മൾ ഒന്ന് പുനർചിന്തിക്കേണ്ടതാണ്, ഈ അറ്റാച്ച്മെൻറ്റിനെ കുറിച്ച്. അതാണ് പലപ്പോഴും നമ്മെ വാർദ്ധക്യകാലത്തേക്ക് എത്തിക്കുമ്പോൾ കൂടുതൽ വൈഷമ്യം സൃഷ്ടിക്കുന്ന ഒരു ഘടകം. അതാണ് ഈ അറ്റാച്ച്മെൻറ്റാണ്. ഇതാണ് ശ്രീരാമകൃഷ്ണദേവൻ നമ്മെ ബോധ്യപ്പെടുത്തി. ഈ ജീവിതത്തിൽ ശാരദാദേവിയുടെയും ശ്രീരാമകൃഷ്ണദേവൻ്റെയും ജീവിതത്തിലൂടെ അവർ നമ്മെ ബോധ്യപ്പെടുത്തിയതാണ്. ഈ അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ എങ്ങനെ ജീവിക്കാൻ പറ്റും? അവർക്ക് തന്നെ പരസ്പരം അറ്റാച്ച്മെൻ്റ് ഇല്ല. ശാരദാദേവിക്കും ശ്രീരാമകൃഷ്ണദേവനും പരസ്പരം തന്നെ അറ്റാച്ച്മെൻ്റ് ഇല്ല, മറ്റൊന്നിനോടും അറ്റാച്ച്മെൻ്റ് ഇല്ല. അപ്പോൾ ഈശ്വരീയമായ ഒരു സങ്കല്പത്തിൽ മാത്രമാണ് അവർ ജീവിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കൽ പോലും അവർക്ക് ആനന്ദമില്ലാത്തൊരവസ്ഥ ഉണ്ടായി. സച്ചിദാനന്ദത്തിലാണ് അവരെപ്പോഴും ഉണ്ടായി. ഇത് എല്ലാവരിലേക്കും എത്തിക്കുന്നതായിരുന്നു ശ്രീരാമകൃഷ്ണദേവൻ്റെയും ശാരദാദേവിയുടെയും ധർമ്മം. ഒരുപക്ഷെ ആത്മീയ പുരുഷന്മാരിൽ ഭാര്യാഭർത്തൃ സഹിതം ഉള്ള ഒരു ആത്മീയ രൂപം ഒരുപക്ഷെ ശ്രീരാമകൃഷ്ണദേവനും ശാരദാദേവിയും മാത്രമായിരിക്കും. ശങ്കരാചാര്യരുടെ കാര്യത്തിലോ അല്ലെങ്കിൽ മറ്റ് ആത്മീയ പുരുഷന്മാരുടെ കാര്യത്തിലോ ഒന്നും ഇങ്ങനെ ഒരു ദ്വിത്വത്തെ നമുക്ക് കാണാനേ പറ്റില്ല. ഇവിടെ ഇവർ ഒരുമിച്ചാണ്. ശാരദാദേവിയും ശ്രീരാമകൃഷ്ണദേവനും ഒരേപോലെയാണ്, ഒരേ സന്ദർഭം. സ്ത്രീയും പുരുഷനും ഒരുപോലെയാണ് ഈ സമൂഹത്തിൽ ആധ്യാത്മികതയുടെ വെളിച്ചം നമുക്ക് നൽകുന്നതിന് വേണ്ടി അവരുടെ ജീവിതം കൊണ്ട് പാഠം പഠിപ്പിച്ചു. ഒപ്പം ഒരു മകൻ എന്നുള്ള നിലയിൽ നമുക്ക് സ്വാമിജിയുടെയും വിവേകാനന്ദനെയും കൂടെ കൂട്ടിച്ചേർക്കാം. അങ്ങനെയാണ് ആ ഹോളി ട്രയോ, ആ പരിപാവനമായ ആ ത്രിത്വത്തിലേക്ക് നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ് ഏറ്റവും മഹത്തരമായ ആ ചിത്രം. അത് നമ്മൾ എത്രമാത്രം നമ്മുടെ മനസ്സിൽ ഉൾക്കൊള്ളുന്നു, അതോടുകൂടി നമ്മൾ ജീവിതത്തിൽ വിജയിച്ചു കഴിഞ്ഞു. ശാരദാദേവിയുടെ ഇന്ന് ശാരദാദേവി ജയന്തി നമ്മൾ ഇന്നല്ല എങ്കിലും ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ ഈ പുസ്തകം കഴിയുന്നതും ഈ പുസ്തകം വായിക്കാൻ, സമ്പൂർണ്ണമായിട്ട് വായിക്കാൻ, വളരെ ലളിതമായ പുസ്തകമാണ്. ആരുടെയും സഹായം വേണ്ട, അർത്ഥമറിയാൻ ആരുടെയും തപ്പിപ്പോകേണ്ട കാര്യമില്ല. വളരെ ലളിതമായ ഭാഷയിലാണ് ഈ പുസ്തകം എഴുതപ്പെട്ടിട്ടുള്ളത്. ഇത് നമ്മുടെ ജീവിതചര്യയുടെ പുസ്തകമാണ്, ആധ്യാത്മികതയുടെ അല്ല. ഇതിനകത്ത് ആധ്യാത്മികതയുടെ ഒരു വരി പോലും ഇല്ല. ഡേ ടു ഡേ ലൈഫ് മാത്രമാണ് ശാരദാദേവി സ്വന്തം ജീവിതം കൊണ്ട് കാണിച്ചത്. നമുക്ക് ഓരോ പേജും നമുക്ക് അനുവർത്തിക്കാവുന്നതും ഓരോ പേജും നമുക്ക് ശീലമാക്കാവുന്നതുമാണ് ഇതിനകത്ത്. അത്രമാത്രം ലളിതമാണ്. അങ്ങനെ ഒരു നല്ല ഒരു സന്തോഷകരമായ ഒരു ജീവിതം നമുക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ.